ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വാഹന വിശേഷം ചെയ്തിട്ടുണ്ട്, ട്രാവൽ വീഡിയോ ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കുതിര സവാരി ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് കുതിര സവാരി പഠിക്കണമെങ്കിൽ നമുക്ക് കൊട്ടാരക്കര അതിനൊരു സൗകര്യമുണ്ട്. നെടുവത്തൂർ അതിനുള്ള കുതിര സവാരി ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വരും. കൊട്ടാരക്കരയിൽ കുതിരസവാരി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. അത് നെടുവത്തൂരാണ്. ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. കുതിരസവാരി നമ്മൾ ഒരുപാട് മൂന്നാറിലും കൊടൈക്കനാലിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. എങ്കിലും കുതിര സവാരി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊട്ടാരക്കര നല്ലൊരു സൗകര്യമുണ്ട്. ഉടമസ്ഥനുമായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേര് വിജയകുമാർ. ചേട്ടാ, ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഒരു മാസമായി. ചേട്ടൻ്റെ തന്നെ കുതിരയുടെ പേര് വല്ലതും ഉണ്ടോ? കുതിരയുടെ പേര് സീഡൻ. കുതിരയുടെ പേര് സീഡൻ എന്നാണ്. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ 14 പേര്. 14 പേരുണ്ട്. എല്ലാരും ഇവിടെയൊക്കെ ഉള്ളവരാണോ അതോ? ഇത് ദൂരെ നിന്ന് വരുന്നവരുണ്ട്, തലപൂന്ന് വരുന്നവരുണ്ട്, പിന്നെ കൊട്ടാരക്കര അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതിന് നമ്മൾ ഇങ്ങനെ ഫീസൊക്കെ ഈടാക്കുന്നത് എങ്ങനെ? ഫീസ് 4500 രൂപ. 4500 രൂപ മാസമല്ല, ഒരാളെ പഠിക്കുന്നതിന്. ഒരാൾ പഠിക്കുന്നതിന്. അന്നേരം ഒരാൾ പഠിച്ചെടുക്കാൻ ഏകദേശം എത്ര സമയം? അത് ഓരോരുത്തരുടെ മനസ്സ് പോലെ ഇരിക്കും. അല്ല, ഈ 4500 പേടിയുള്ളവർക്ക് കൂടുതൽ ദിവസം വേണ്ടി വരും. പേടി ഭയമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ 10 ദിവസം വേണ്ട. 10 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാം അല്ലേ? ഇപ്പം ഇതിനകത്ത് മെയിനായിട്ട് മാസ്റ്ററായിട്ട് നിൽക്കുന്ന ആരാ? പഠിപ്പിക്കാൻ നിൽക്കുന്ന ഒരു പ്രാക്ടീസ് ചെയ്യുക ഒരാൾ നമ്മൾ വരുത്തുന്നുണ്ട്. അതെവിടെയുള്ള? അത് ചവറയിലുള്ളതാണ്. പുള്ളി ഇവിടെ ഉണ്ടോ? ഇന്ന് വന്നിട്ടില്ല. അവർ ഇപ്പം കുറച്ച് പേരുടെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ പുതിയ ആൾക്കാരെ തുടങ്ങിയതേ ഉള്ളൂ. അന്നേരം നാളെ മറ്റന്നാളോ അവർ വരും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും പഠിക്കാൻ വന്നവരാ. അതിൽ കുറച്ച് പേര് പഠിച്ചു കഴിഞ്ഞവരാണ്, കുറച്ച് പേര് ഇപ്പോൾ പുതിയതായിട്ട് ഇന്നലെ തൊട്ട് വന്നതാണ്. ചേട്ടന് വേറെ എന്തൊരു തൊഴിൽ? ഞാൻ ആട്ടോ ഓടിക്കുക. അത് ഇവിടെ കിടന്നല്ലേ ഓടുന്നത്? നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ട് എവിടെയൊക്കെയുള്ള? നെടുവത്തൂര്. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ട്. നിങ്ങൾക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അദ്ദേഹത്തിനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കൊട്ടാരക്കരയിലോ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് വന്ന് കുതിര പ്രാക്ടീസ് ചെയ്യാൻ നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം മുതലാക്കുക. അപ്പോൾ നമുക്ക് ആ കുതിര സവാരിയുടെ കുറേ പ്രാക്ടീസിൻ്റെയൊക്കെ കുറേ വീഡിയോകൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ടിലോട്ട് തന്നെ പോകാം. കുതിര സവാരി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാവരുടെയും ആഗ്രഹമാണ് കുതിര സവാരി പഠിക്കണമെന്നുള്ളത്. അതിന് മുതിർന്നവരെന്നോ കുട്ടികളെന്നോ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഈ കുതിര സവാരി പഠിക്കാവുന്നതാണ്. ഈ കുതിരയുടെ ഓണർ എന്ന് പറയുന്നത് സാധാരണ ഒരു ആട്ടോ തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഈ കുതിര പ്രാക്ടീസിങ്. അദ്ദേഹത്തിന് ഉള്ള ആ ഒരു സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒരു കുതിരയെ വാങ്ങിക്കുകയും അതിനെ പരിപാലിച്ച് അതിന് ഒരു മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രയോജനമായി തീരത്തക്ക രീതിയിൽ അദ്ദേഹം ഇങ്ങനൊരു വഴികാട്ടിയായി വന്നതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ കുതിരയോട്ടം പ്രാക്ടീസ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ സംരംഭവുമായി മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ വരും തലമുറകൾക്ക് ഇതുപോലുള്ള നല്ല രീതിയിലുള്ള ഒരു വിജ്ഞാനം കിട്ടുകയുള്ളൂ. ഈ കുതിര പ്രാക്ടീസിന് വേണ്ടി അതിരാവിലെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ എത്തേണ്ടതാണ്. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും കുതിരസവാരി പഠിക്കാവുന്നതാണ്. കുറഞ്ഞ ഫീസിൽ ഇതുപോലെ നമുക്ക് അടുത്ത് തന്നെ
കുതിരസവാരി പഠിക്കാനൊരു സംരംഭം ഉണ്ടാക്കി തന്ന വിജയണ്ണന് ആ ഒരു വലിയ ഹായ് തന്നെ പറയുന്നു. കുതിരസവാരി പഠിക്കുവാൻ താല്പര്യമുള്ളവർ വിജയണ്ണൻ്റെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ കുതിരസവാരി പ്രാക്ടീസിങ് തുടങ്ങുക. റോഡിലൂടെ അതിവേഗത്തിലുള്ള പ്രാക്ടീസ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കുതിരക്കുളമ്പടികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, സിനിമയിലും കഥയിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് നമുക്ക് നേരിട്ട് തന്നെ കണ്ടു നോക്കാം. ഞാനും കുതിരയുടെ മുകളിൽ കയറാനൊരു ശ്രമം നോക്കി. അങ്ങനെ കയറിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് കാലുകളൊക്കെ വെക്കേണ്ടതെന്നുള്ളതെല്ലാം അവർ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട്. അതൊരു വേറൊരു അനുഭവമാണ്. ബ്ലോഗിന് വേണ്ടി മാത്രം ഒന്ന് കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് സഞ്ചരിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. കൊള്ളാം, നല്ല പരിപാടിയാണിത്. കൊള്ളാം, നല്ലൊരു അനുഭവമായിരുന്നു കുതിരസവാരി. അല്പദൂരം മാത്രമേ പോയിട്ടുള്ളൂ. തിരിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കുതിരസവാരി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുതിരസവാരി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നെടുവത്തൂര് അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പുതിയ നല്ല വീഡിയോകളും പുതിയ ആശയങ്ങളുമായിട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.